പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ നേരിട്ടാൽ ഭയപ്പെട്ടു പോകാത്തതായി ആരും തന്നെയില്ല. 2 ദിനവൃത്താന്തങ്ങൾ 20-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: യഹോശാഫാത്ത് ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെട്ടു. രാജാവായിരുന്ന യഹോശാഫാത്ത് ഭയപ്പെട്ടുപോയി. അതിന് കാരണം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. മോവാബ്യരും അമ്മോന്യരും മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിനോട് യുദ്ധത്തിന് വന്നു. ശത്രുക്കൾ ഏറെ ആയപ്പോൾ, പലർ ഒരുമിച്ച് യുദ്ധത്തിന് വന്നപ്പോൾ യഹോശാഫാത്ത് ഭയപ്പെട്ടുപോയി. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുമ്പോൾ ആരാണെങ്കിലും ഭയപ്പെട്ടു പോകും. എന്നാൽ ഈ ഭയം ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? രാജാവായിരുന്നിട്ട് പോലും യഹോശാഫാത്ത് എന്താണ് ചെയ്തത്? ആ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. അതിൻ്റെ 12-ാമത്തെ വാക്യമാണ് നാം ചിന്തിക്കുന്നത്. യഹോശാഫാത്ത് ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥന കഴിക്കുന്നു. ആ പ്രാർത്ഥന ഇപ്രകാരമാണ് വചനത്തിൽ പറയുന്നത്: ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന സൈന്യത്തോട് എതിർത്ത് നിൽപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യേണ്ടു എന്നറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണ് നിങ്കിലേക്ക് ഉയർന്നിരിക്കുന്നു. പ്രശ്നങ്ങൾ വന്നപ്പോൾ യഹോശാഫാത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ 3 കാര്യങ്ങളാണ് യഹോശാഫാത്ത് ദൈവസന്നിധി പറയുന്നത്. വലിയൊരു സൈന്യം മുൻപിൽ കടന്നു വരികയാണ്, അവരോട് എതിരിടുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. അതൊരു തിരിച്ചറിവാണ്. രാജാവായിരുന്നിട്ട് പോലും തനിക്ക് ശക്തിയില്ല എന്നൊരു തിരിച്ചറിവ്. കുതിരകളും രഥങ്ങളും കാലാൾപ്പടയും ഒക്കെ ഉണ്ടായിട്ടും ശക്തിയില്ലെന്നൊരു തിരിച്ചറിവ്. ഈ ഒരു തിരിച്ചറിവാണ് നമുക്കും ഉണ്ടാകേണ്ടത്. പണമുണ്ടെങ്കിലും, ആരോഗ്യമുണ്ടെങ്കിലും, പിടിപാടുകളുണ്ടെങ്കിലും നമുക്ക് ശക്തിയില്ലാത്തവരാണ് നാം എന്ന് തിരിച്ചറിയുക. 2, എന്ത് ചെയ്യേണ്ടു എന്നറിയുന്നതുമില്ല. എന്ത് ചെയ്യേണ്ടു എന്നറിയാത്ത സാഹചര്യങ്ങളിൽ പലരും എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ യഹോശാഫാത്ത് ചെയ്തത് അടുത്ത വാക്യത്തിൽ പറയുന്നു: എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കിലേക്ക് ഉയർന്നിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്ത സാഹചര്യങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്താൻ കഴിയുന്നത് ഒരു ഭക്തനും മാത്രമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം അവിടെ നിന്ന് വരും. നമുക്ക് സഹായം വരുന്ന ഉയരങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താൻ കഴിയട്ടെ. അതുതന്നെയാണ് ഈ രാജാവും ചെയ്തത്. ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തി. എന്താണ് ഉത്തരവെന്നറിയാമോ? ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. യുദ്ധം യഹോവയ്ക്കുള്ളതാണ് എന്ന വാഗ്ദത്തം നൽകുക മാത്രമല്ല, ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, പ്രതിസന്ധികളും പ്രശ്നവും കടന്നു വരുമ്പം ഭയപ്പെട്ടു പോകേണ്ട, പേടിച്ചു പോകേണ്ട. നിങ്ങൾക്കെതിരെ എത്ര അധികം ശത്രുക്കളുണ്ടെങ്കിലും നിങ്ങൾ യുദ്ധത്തിന് പോകേണ്ട. നിങ്ങളുടെ കഴിവും സാമർത്ഥ്യം കൊണ്ടല്ല നിങ്ങൾ ജയിക്കുന്നത്, മറിച്ച് ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമുക്ക് വേണ്ടി വാദിക്കാൻ കർത്താവുണ്ട് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. ആ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നാം മറ്റുള്ളവരോട് യുദ്ധത്തിന് പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പകലിൽ നിങ്ങൾ പ്രതിസന്ധിയിലും പ്രശ്നത്തിലുമാണെങ്കിൽ, നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ, ഈ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കൊന്ന്. നിങ്ങളെ തന്നെ താഴ്ത്തിയിട്ട്, കർത്താവേ, എനിക്ക് കഴിയത്തില്ല, എനിക്ക് ശക്തിയില്ല എന്നൊരു പ്രാർത്ഥന. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ദൈവത്തിനറിയാം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഒപ്പം ദൈവസന്നിധിയിലെ കണ്ണുകളെ ഉയർത്താം. അവിടെ നിന്നാണ് നമുക്ക് ഉത്തരം വരുന്നത്. ദൈവമുഖത്തേക്ക് നോക്കി ആരും ലജ്ജിച്ചു പോയിട്ടില്ല. ഇന്നും നിങ്ങളെ ലജ്ജിപ്പിക്കാത്തൊരു ദൈവം ജീവിക്കുന്നത് കൊണ്ട് പ്രത്യാശയോടെ പറയാം, എൻ്റെ ദൈവം എൻ്റെ കരം പിടിക്കുന്നുണ്ട്. ഗോഡ് ബ്ലെസ് യു.